സിഡ്നിയിൽ കൂടെ തോറ്റതോടെ 10 വർഷത്തിനു ശേഷം ഇന്ത്യ ബോർഡർ ഗവാസ്കർ ട്രോഫി കൈവിട്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയ വർഷങ്ങളായി കാത്തിരുന്ന ടെസ്റ്റ് സീരീസ് വിജയമാണ് കമ്മിൻസിന്റെ നേതൃത്വത്തിൽ ടീം സ്വന്തമാക്കിയത്. പരമ്പരയിൽ ആദ്യ മത്സരം തോറ്റു പുറകിൽ പോയ ശേഷമാണ് ടീം മികച്ച തിരിച്ചുവരവ് ഈ പരമ്പരയിൽ നടത്തിയത്. മഴ തടസ്സപ്പെടുത്താതിരുന്നെങ്കിൽ ഗാബയിലും ടീം വിജയിച്ചേനെ. 4ാം ഇന്നിംഗ്സിൽ ബുംറ പന്തെറിയാതെ ഇരുന്നത് ഇന്ത്യക്ക് വലിയ പ്രശ്നമാണ് സൃഷ്ടിച്ചത്. താരത്തിന്റെ അഭാവത്തിൽ ഓസ്ട്രേലിയൻ ബാറ്റർമാർക്ക് മുകളിൽ ഒരു പ്രഷർ കൊണ്ടുവരാൻ പോലും സിറാജ് അടക്കമുള്ള ബോളർമാർക്ക് സാധിച്ചില്ല. നിരാശയോടെ ഇന്ത്യ ഓസ്ട്രേലിയയിൽ നിന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളും അതിലേറെ പ്രശ്നങ്ങളും ടീം നേരിടുന്നുണ്ട്. 1996 തുടങ്ങിയ ഈ പരമ്പരയിൽ 2018 കോഹ്ലിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ ആദ്യമായി ഓസ്ട്രേലിയയിൽ ഒരു പരമ്പര ജയിക്കുന്നത്. അതിനു മുൻപ് 2003, 2004 പരമ്പര ഓസ്ട്രേലിയയിൽ സമനില ആക്കിയത് മാത്രമാണ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം. അന്നത്തെ മൈറ്റി ഓസ്ട്രേലിയക്ക് മുൻപിൽ അത് തന്നെ സാധിച്ചത് ഇന്ത്യയുടെ ലെജൻഡറി താരങ്ങളുടെ മിന്നും പ്രകടനത്തിന്റെ പിൻബലത്തിലായിരുന്നു. 2018 വിജയം ഇന്ത്യ 2021 ആവർത്തിച്ചപ്പോൾ പിന്നീട് ഓസ്ട്രേലിയയിൽ പോയാൽ പരമ്പര വിജയത്തിനപ്പുറം ഒന്നും തന്നെ ഇന്ത്യൻ ആരാധകർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പരമ്പര തോൽവി ഇന്ത്യക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്നതും. 2016 സൗത്ത് ആഫ്രിക്കയാണ് അവസാനമായി ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കിയ മറ്റൊരു രാജ്യം. ഓസ്ട്രേലിയയിൽ ഒരു ടെസ്റ്റ് പരമ്പര വിജയം അത്രയും എളുപ്പമല്ല എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇന്ത്യൻ താരങ്ങൾ ഇത്രയും കടുത്ത വിമർശനങ്ങൾ നേരിടുന്ന ആവശ്യമുണ്ടോ എന്ന ചോദ്യം ഉയരുന്നത്. ഒരുപാട് പ്രതീക്ഷകൾ ഈ പരമ്പര ഇന്ത്യക്ക് സമ്മാനിക്കുന്നുണ്ട്. 23 വയസ്സുകാരനായ ജയ്സ്വാളിന്റെ പ്രകടനമാണ് ഈ പരമ്പരയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഓസ്ട്രേലിയയിൽ തന്റെ ആദ്യ ടെസ്റ്റ് പരമ്പര കളിക്കുന്ന താരം 43 ആവറേജിൽ 391 റൺസ് സ്വന്തമാക്കി. പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ രണ്ടാമത്തെ താരം. ഓസ്ട്രേലിയയുടെ സ്റ്റാർ ഓപ്പണർ ഉസ്മാൻ ഖവാജ പോലും 184 റൺസ് മാത്രമാണ് ഈ പരമ്പരയിൽ സ്വന്തമാക്കിയത്. ഓസ്ട്രേലിയയിൽ അത്രയും എക്സ്പീരിയൻസ് ബാറ്റർ പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ജയ്സ്വാളിന്റെ ഈ പ്രകടനം ഇന്ത്യക്ക് പ്രതീക്ഷകൾ സമ്മാനിക്കുന്നു. നിതീഷ് കുമാർ റെഡ്ഡി എന്ന ഓൾറൗണ്ടറിന്റെ ഉദയമാണ് ഈ പരമ്പര ഇന്ത്യൻ ക്രിക്കറ്റിന് സമ്മാനിക്കുന്ന മറ്റൊരു പ്രതീക്ഷ. മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാനും നിർണായക സമയത്ത് വിക്കറ്റ് സ്വന്തമാക്കാനും താരത്തിന് സാധിക്കുമ്പോൾ ഹാർദിക്കിന് മികച്ച പകരക്കാരനായി താരം ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ആദ്യ പരമ്പരയിൽ തന്നെ ഇത്രയും മികച്ച പ്രകടനം താരം കാഴ്ചവെച്ചപ്പോൾ ഇന്ത്യക്ക് പകരം വയ്ക്കാൻ സാധിക്കാത്ത ഒരു പ്ലെയറായി താരം മാറുമെന്നതും ഉറപ്പാണ്. ബുംറയുടെ ക്വാളിറ്റി എന്താണെന്ന് ക്രിക്കറ്റ് ലോകം മുൻപും കണ്ടതാണ്. ബുംറയുടെ ബോളിംഗ് ലൈവ് കാണാൻ സാധിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഭാഗ്യം ചെയ്തവരാണ്. ഈ പരമ്പര ബുംറയിലെ ക്യാപ്റ്റന്റെ ക്വാളിറ്റി കൂടെ ക്രിക്കറ്റ് ലോകത്തിന് കാണിച്ചു തരുന്നു. ഒരു മത്സരത്തിൽ ഇന്ത്യയെ വിജയിപ്പിക്കാൻ താരത്തിന് സാധിച്ചപ്പോൾ അവസാന മത്സരത്തിൽ ടീമിന് ലീഡ് സ്വന്തമാക്കാനും താരത്തിന്റെ ക്യാപ്റ്റൻസിയിൽ സാധിച്ചു. പരിക്ക് മൂലം താരം പുറത്തായത് തോൽവിക്കൊരു കാരണമാകുമ്പോൾ ഗ്രൗണ്ടിൽ ഇന്ത്യക്ക് വേണ്ടി അത്ഭുതങ്ങൾ കാണിക്കാൻ ബുംറയ്ക്ക് സാധിക്കുന്നുണ്ട്. ബുംറ എന്ന ക്യാപ്റ്റനും ഇന്ത്യക്ക് ഈ പരമ്പര സമ്മാനിക്കുന്ന പ്രതീക്ഷയാണ്. മികച്ച പ്രകടനം നടത്താൻ രാഹുലിനും ഈ പരമ്പരയിൽ സാധിച്ചു. പ്രധാന താരങ്ങളായ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഗില്ലിന്റെയും എല്ലാം മോശം ഫോം ഇന്ത്യക്ക് ഈ പരമ്പരയിലെ പ്രധാന തലവേദനയായി. സിറാജിന് ഒരു മികച്ച പ്രകടനം പോലും കാഴ്ചവെക്കാൻ സാധിച്ചില്ല. തേർഡ് പേസർ ഓസ്ട്രേലിയക്ക് വേണ്ടി അത്ഭുതങ്ങൾ കാണിച്ചപ്പോൾ ഇന്ത്യയുടെ തേർഡ് പേസർ അത്രയും എഫക്റ്റീവായി കാണപ്പെട്ടില്ല. ഈ പരമ്പര തോൽവി ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നത് ഉറപ്പാണ്. പല താരങ്ങളും ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിലോട്ട് വരുമ്പോൾ പല സീനിയർ താരങ്ങൾക്കും സ്ഥാനം നഷ്ടമാകും. ബോർഡർ ഗവാസ്കർ ട്രോഫി പരാജയത്തിനേലും സ്വന്തം നാട്ടിൽ ന്യൂസിലാൻഡിനോടേറ്റ തോൽവിയാണ് ഇന്ത്യ കൂടുതൽ വിലയിരുത്തേണ്ടത്. ഒരു ക്വാളിറ്റി സ്പിന്നറിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഇന്ത്യൻ ബാറ്റിംഗ് നിരയ്ക്ക് കഴിയുന്നില്ല എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ കൂടുതൽ ആഭ്യന്തര ക്രിക്കറ്റ് പ്രധാന താരങ്ങൾക്ക് അടുക്കേണ്ടത് അനിവാര്യമാണ്. ഫെബ്രുവരിയിൽ ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങാൻ പോകുമ്പോൾ ഈ തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് തിരിച്ചു വരേണ്ടത് അത്യാവശ്യമാണ്. നിലവിൽ ഈ ടൂർണമെന്റ് ഗംഭീർ എന്ന കോച്ചിന്റെ നിലനിൽപ്പിനും പ്രധാന ഫാക്ടറാകും. അന്ന് പാകിസ്ഥാന് മുൻപിൽ അടിയറവ് പറഞ്ഞ കിരീടം ദുബായിൽ ഉയർത്താൻ നിലവിലെ ഇന്ത്യൻ ടീമിന് സാധിക്കുമോ? കാത്തിരിക്കാം.